അങ്ങനെ ആ ദിവസവും വന്നെത്തി. ഇന്ന് നമ്മുടെ ലക്ഷ്മിയുടെ കല്യാണമാണ് കേട്ടോ, നമ്മുടെ ലക്ഷ്മിയുടെയും ഫ്രണ്ട്സിൻ്റെയും. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ലക്ഷ്മിയെ മേക്കപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ബ്യൂട്ടി പാർലറിലേക്ക് പോയി. ഒരു 4-4:30 ആയപ്പം ലക്ഷ്മിയുടെ ആങ്ങള കൊച്ചുകണ്ണൻ താഴെ വന്ന് എന്നെയും പിക്ക് ചെയ്ത്, വീട്ടിൽ വന്ന് ലക്ഷ്മിയെയും പിക്ക് ചെയ്ത്, അങ്ങനെ ഞങ്ങൾ സ്പോട്ടിലെത്തി. നമ്മൾ ഇലവന്നിട്ടില്ലേ സൗന്ദര്യ ബ്യൂട്ടി പാർലറിലെ ലക്ഷ്മി ചേച്ചിയായിരുന്നു മേക്കപ്പിൻ്റെ കാര്യം ഏറ്റിരിക്കുന്നത്. അപ്പം നേരം വെളുത്തതുകൊണ്ട് ആ ചേച്ചി വന്നില്ലായിരുന്നു. ഞാനൊരു 5-10 മിനിറ്റോടെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് ആ ചേച്ചി വന്നത്. അങ്ങനെ അവിടുന്ന് ഫോട്ടോ എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് യാത്രയായി. ഇതാണ് ഞങ്ങളുടെ ഇലവന്തിട്ട ദേവീക്ഷേത്രം, ഗ്രാമത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രം. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ഇലവന്തിട്ട അമ്പലത്തിൽ നിന്ന് തിരിച്ച് യാത്രയായി. അങ്ങനെ നമ്മളും റെഡിയായി കല്യാണ മണ്ഡപത്തിലേക്ക് എത്തി. അവിടെ നമ്മൾ ലക്ഷ്മി ടെൻഷൻ അടിച്ചിരിക്കുന്നത് കണ്ടു. അവളോട് പോയി കുറച്ച് നേരം സംസാരിച്ചു. ഫുഡ് കിട്ടുമ്പോൾ എന്നെ മറന്നിട്ട് പോകരുത്. ഞാൻ ഫസ്റ്റ് വണ്ടി കയറും അന്നേരം പറഞ്ഞു പോയാ
കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ കല്യാണം. നിന്റെ ചേച്ചിയുടെ ഞങ്ങൾ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? പറ, വീഡിയോയാ. കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? കല്യാണം സൂപ്പർ. സദ്യ കഴിച്ചിട്ട് സദ്യ. അങ്ങനെ ഞങ്ങളുടെ യുദ്ധം ആരംഭിച്ചു. ചോറ്, മോര്, സേമിയ. എനിക്ക് ബിന്ദു. കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടായി? സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടായി? ഇപ്പം എന്തു കഴിക്കുന്നേ? വേണ്ട. കല്യാണത്തെ പറ്റി എന്തോ അഭിപ്രായം? കല്യാണത്തെ പറ്റി കഴിക്ക്. കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ലക്ഷ്മി? കഴിച്ചോ? കല്യാണ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? അടപ്രഥമനും മറ്റേ അതുകൊണ്ട് തിന്നുമില്ല. സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? 2 പ്രാവശ്യം കഴിച്ചു. 2 പേര് കഴിച്ചു. 2 പ്രാവശ്യം കഴിച്ചു. പിന്നെ ഒരു പായസവും കഴിക്കണം ആഗ്രഹമുണ്ട്. ഇനി ഒരു തവണയുടെ സദ്യ കിട്ടിയേ കഴിക്കുമോ? ഇല്ല, പൊതിഞ്ഞ് തന്ന വീട്ടിൽ കൊണ്ടുപോയി കഴിക്കും. എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? ഐ ലവ് ദിസ് സദ്യ. അതിനുശേഷം ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോഷൂട്ടായിരുന്നു. ആ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സ്പോട്ടൊന്നും കിട്ടിയില്ല. പിന്നെ ഉള്ള സ്പോട്ട് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ കല്യാണപ്പെണ്ണും ചെക്കനും ഫോട്ടോഷൂട്ടിലേക്ക് കടന്നു. രണ്ടുപേരും